ഞാൻ പറഞ്ഞു ഇതൊരു ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകമല്ല. എന്താണ് എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ പറഞ്ഞു ഇതൊരു ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകമല്ല. എന്താണ് അത് തന്നെയല്ലേ ഞങ്ങളും ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇനി വേദം എന്ന് നിങ്ങൾ പറഞ്ഞെങ്കിൽ തന്നെ ബൈബിള് ബുക്കല്ല, നിങ്ങൾ പുസ്തക മതം അല്ലായിരുന്നു. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഈ ക്രിസ്തുമതം പുസ്തക മതമല്ല എന്ന് അജിപ്പോൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അത് അജിയെ സംബന്ധിച്ച് ശരിയും എന്നെ സംബന്ധിച്ച് തെറ്റുമാണോ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. ഈ ബൈബിൾ പുസ്തക മതമല്ല എന്ന് പറയുന്നതും സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്നതും അല്ലെ? സോളാർ സ്ക്രിപ്ചർ എന്ന് പറയുകയും പുസ്തകമല്ല എന്ന് പറയുകയും ചെയ്യുന്നത് ശുദ്ധ തന്തയിലായ ഇരട്ടത്താക്കും. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം. ഈ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്നത് ഈ ക്രിസ്തു മതത്തിന്റെ സുപ്രീം അതോറിറ്റി ബൈബിൾ എന്നതാണോ? സോളാ സ്ക്രിപ്ചറ എന്നത് ഡെഫൈൻ ചെയ്യാവോ? ബൈബിൾ ഒള്ളി, വേർഡ്സ് ഒള്ളി, അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം വിശ്വസിക്കുക, ബൈബിൾ പൂർണ്ണമായും വിശ്വസിക്കുക. അതാണ് 100% ഞാൻ യോജിക്കുന്നു. അജി പറയുന്ന വിവരക്കേട് നമ്മള് തിരുത്തിയില്ലെങ്കിൽ നാളെ ആൾക്കാർ ചോദിക്കും നീ എന്തിനു മിണ്ടായിരുന്നു എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് അടിച്ചത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അജി എന്താന്ന് തന്നെ അജിക്ക് തന്നെ മനസ്സിലായിട്ടില്ല എവിടെയാ നിക്കണം. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. പുസ്തക മതമല്ല എന്നുള്ളത് അജി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചാണ്. അജിയെ തള്ളൂന്നേ. നീ ഉണ്ടായിരുള്ളൂട്ടാ. സജി നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. സജി ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു തുടർ ചർച്ച എന്നുള്ള വിഷയത്തിൽ വേണമെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലേ? പിന്നെ അത് അങ്ങാടിപ്പാട്ടല്ലേ. ഇങ്ങനെ ഫഹദ് ഭായിക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ നബീൽ ഭായ് തന്നെ മോഡായിക്കോ. ചർച്ചയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ചോദ്യം എടുക്കണമെന്നില്ല, എന്റെ അടുത്ത് മാത്രം ചോദിച്ചാൽ മതി. വേണമെങ്കിൽ എനിക്ക് ചോദ്യം മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ച് നടക്കണം നിന്നെ കാണാൻ അച്ഛന് വയ്യ. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ. കിടക്കുന്നവരെ വീണ്ടും തെല്ലരുതെന്ന് എന്റെ അപ്പം പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അജിക്കോളെ നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് പോരെ? ഇപ്പോഴേ